ഇസ്ലാമിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമം കൃത്യമായി അറിയാം. കള്ള് കുടിക്കാൻ പാടില്ല, പാമ്പരാക്ക് ചവക്കാൻ പാടില്ല, ഹാൻസ് വെക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കൃത്യമായി ഇസ്ലാമിന്റെ നിയമം മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ തന്നെ സമാധാനത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. ഇത് നന്നായി നമുക്കറിയാം. പരസ്യമായൊരു പോലീസുകാരന്റെ മുമ്പിൽ വെച്ച് കഞ്ചാവ് വിൽക്കാൻ ധൈര്യമില്ലാത്തവൾ, പരസ്യമായി മദ്യപിക്കാൻ ധൈര്യമില്ലാത്തവൾ, രഹസ്യമായി എന്ത് തോന്നിവാസങ്ങളും ചെയ്യുന്ന ആളുകളില്ലേ? മോനെ, നീ ഒന്ന് നെഞ്ചത്തി കൈവച്ചുകൊണ്ട് ആലോചിക്കണം. നിന്നെക്കാൾ എത്ര പവറുള്ളവനായിരുന്നു ഖാറൂൻ, നിന്നെക്കാൾ എത്ര സമ്പത്തുള്ളവനായിരുന്നു അബൂജഹൽ, നിന്നെക്കാൾ എത്ര അധികാരമുള്ളവനായിരുന്നു ഫറോവ. കാലത്തിന്റെ ചുവരെഴുത്തുകൾ മാനിക്കപ്പെടാൻ സാധ്യമല്ലാത്ത വിധം ചരിത്രത്തിന്റെ ഇന്നലകളിൽ അതാ സ്മാരകങ്ങളായി നിലനിൽക്കുന്ന ചരിത്രങ്ങളായി അവര് മാറിപ്പോയില്ലേ? അല്ലാഹ്, അതിക്രമം കാണിക്കുന്നവൻ അഥവാ നിയമത്തിന്റെ വിഷയത്തിൽ യാതൊരു പരിഗണനയുമില്ല. പേര് മുസ്ലിമാണ്, ഇസ്ലാമിന്റെ തറവാട്ടുകാരനാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ നിയമം പാലിക്കാൻ പറ്റുന്നില്ല. ഖുർആനിന്റെ നിയമം അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഖാറൂൻ അനുഭവിക്കുന്നത് പോലെ, അഥവാ എന്താണ് ഖാറൂൻ അനുഭവിക്കുന്നത്? കേവലം ഒരു ഭൂമി വിഴുങ്ങിയത് കൊണ്ട് ക്ലോസ് ആണോ? അല്ല. ഖാറൂൻ ഖിയാമത്ത് നാൾ വരെ ആ ഭൂമി ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി അന്ന് മൂസാ നബിയുടെ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും ഭൂമിയിലേക്ക് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് ഖാറൂൻ ചെയ്ത തെറ്റ്? നിയമം പാലിച്ചില്ല, തൗറാത്ത് പറഞ്ഞ നിയമം അനുസരിച്ചില്ല. സുബ്ഹാനല്ലാഹ്, അബൂജഹലിന് ഇങ്ങനെയുള്ള അനുഭവമുണ്ട്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മുത്തബിഉസ് സുന്ന